92 സങ്കീർത്തനം 5 തിരുവചനം പറയുന്നു, കർത്താവേ, അങ്ങയുടെ പ്രവർത്തികൾ എത്രയോ മഹനീയം. കഴിഞ്ഞ കാലയളവിൽ ശാലോമിൻ്റെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അനേകരുടെ ജീവിതത്തെ ദൈവം അതിശക്തമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ ഈ സമയങ്ങളിൽ തിരഞ്ഞെടുത്ത കുറച്ച് സാക്ഷ്യങ്ങളാണ് നമ്മൾ വായിക്കുക. ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ഈ സെക്ഷനിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോം പ്ലാനിംഗ് ആൻഡ് ഔട്ട്റീച്ച് മിനിസ്ട്രി. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രകാശ് OM ആണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 41:3 വചനം ഇങ്ങനെ പറയുകയാണ്, കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. വീണ്ടും അവിടുന്ന് വചനം പറയാണ്, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന എല്ലാ വേദികളിലും കർത്താവ് ചെയ്യുന്ന ഒരു വീര്യപ്രവൃത്തിയാണ് സൗഖ്യവും വിടുതലും എന്ന് പറയുന്നത്. കഴിഞ്ഞ നാളുകളിൽ ധാരാളം കുടുംബങ്ങൾ കർത്താവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ധാരാളം പേര് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. പലരെയും ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മാസവും ധാരാളം കത്തുകൾ ഇവിടെ വരുന്നുമുണ്ട്. അതിൽ നിന്ന് ഒരു 5 കത്ത് തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുക. ഇത് കർത്താവ് ചെയ്യുന്ന വീര്യപ്രവൃത്തിയാണെന്നും അത് തിരിച്ചറിഞ്ഞ് കർത്താവിന് നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്നുള്ള ഒരു ബോധ്യമാണ് നമുക്കിതിലൂടെ കർത്താവ് തരുന്നത്. ഹല്ലേലൂയ. ഇന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സൗഖ്യ ശുശ്രൂഷയുടെ ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ അനുഭവസാക്ഷ്യ ശുശ്രൂഷയുടെ സമയത്ത് ദൈവം ധാരാളം വ്യക്തികളെ സ്പർശിക്കും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ഒരു സാക്ഷ്യം പൂനെയിലുള്ള ഒരു ആൻസി എന്ന് പറഞ്ഞ വ്യക്തി അയച്ചൊരു കത്താണ്. അത്ഭുതകരമായിട്ടൊരു ജോലി ലഭിച്ചതാണ്. എൻ്റെ പേര് ആൻസി, ഞാൻ പൂനെയിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ മോൾ അമേരിക്കയിൽ പഠിക്കുകയാണ്. ഇനി 3 മാസം കൂടിയേ ബാക്കിയുള്ളൂ. അതിനിടയിൽ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോരേണ്ടി വരും. കുറേ ശ്രമിച്ചു നോക്കി, ഒന്നും ശരിയായില്ല. 2016 ഡിസംബർ മാസത്തെ നൈറ്റ് വിജിനിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഈ കാര്യം ഒരു പേപ്പറിൽ എഴുതി ടിവിയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ആ സമയം അവിടെ അവൾക്കൊരു വലിയ കമ്പനിയിൽ ഇൻ്റർവ്യൂ നടക്കുകയായിരുന്നു. നൈറ്റ് വിജിൽ തീരും വരെ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച ആയപ്പോഴേക്കും ആ കമ്പനിയിൽ മനോഹരമായ ഒരു ജോലി കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. നല്ലൊരു കയ്യടി കൊടുത്ത് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഇത് പറയാണ്, ഇങ്ങനെ പറയാണ്, യെശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് നിന്നെ ഞാൻ താങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു അമ്മച്ചിയുടെ കണ്ണുനീരിന് മുമ്പിൽ ദൈവം അത്ഭുതകരമായിട്ട് ഒരു ജോലി കൊടുക്കുകയാണ്. വളരെയധികം പരിശ്രമിച്ചിട്ടും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് മകൾക്ക് അവിടെ അമേരിക്കയിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുക. ആ ഇൻ്റർവ്യൂവിൽ ദൈവം വിജയം കൊടുത്ത് നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കുക. നമുക്കൊന്ന് എഴുന്നേറ്റൊന്ന് കരമടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ കുടുംബങ്ങളിലായിരിക്കുന്നവരുണ്ട്. അവരും ഈ സമയത്ത്, ഈ നന്ദിയുടെ ഈ അഭിഷേക സമയത്ത് ശക്തമായിട്ട് പാടി ആരാധിച്ച് സ്തുതിക്കുമ്പോൾ അവിടെയും അത്ഭുതങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന് നന്ദി. കരമടിച്ചവണം. വലിയ സന്തോഷത്തോടെ പാടി ആരാധിക്കാം. പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ
പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഇരിക്കാം. ജെറമിയ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനം. എഫ്രായിം, നീ എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം നിന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എത്ര മനോഹരമായ ഒരു വചനമാണ്. ദൈവം പറയുകയാണ്, എഫ്രായിം, നീ എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം നിന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് മേരിക്കുട്ടി മാനുവൽ. അവർ മൂലമറ്റം സ്വദേശിയാണ്. അവരുടെ മകൾ അമേരിക്കയിലാണ്. അമേരിക്കയിൽ വെച്ചിട്ട് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു രോഗസൗഖ്യം കർത്താവ് നടത്തി ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ. പ്രിയപ്പെട്ടവരെ, ആ കത്താണ് നമ്മൾ വായിച്ചു കേൾക്കുക. എൻ്റെ മകളുടെ മകൻ എയ്ഡന് ജനുവരി 29-ന് 1 വയസ്സായിരുന്നു. ഡേ കെയറിൽ വെച്ച് മകൻ്റെ തല പിടിച്ച് കുലിക്കുന്നതിൻ്റെ ഫലമായി ഫെബ്രുവരി 3-ന് ബ്രെയിൻ 5.5 മില്ലിമീറ്റർ മാറുകയും തലയിൽ ബ്ലീഡിംഗ് ഉണ്ടാകുകയും കണ്ണൊക്കെ മറിഞ്ഞു പോവുകയും ചെയ്തു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി. എന്നാൽ MRI സ്കാൻ ചെയ്താലേ പൂർണ്ണമായി അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഫെബ്രുവരി 2016 5-ന് ആദ്യ വെള്ളിയാഴ്ച 7 മണിക്ക് മോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞിന് 105 ഡിഗ്രി പനിയാണ്, പനി മാറാതെ സ്കാൻ ചെയ്യാൻ പറ്റുകയില്ലെന്ന്. എൻ്റെ അനുജത്തി എന്നോട് പറഞ്ഞു, ടിവിയുടെ മുന്നിൽ ആവശ്യങ്ങൾ എഴുതി വെച്ച് നൈറ്റ് വിജിലിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാനും കുടുംബം മുഴുവനും അമേരിക്കയിലുള്ളവരും നൈറ്റ് വിജിലിൽ പ്രാർത്ഥിച്ചു. രാത്രി 2 മണിയായപ്പോൾ പനി പൂർണ്ണമായി മാറുകയും സ്കാൻ ചെയ്യുകയും ചെയ്തു. ഇനി 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്യണമെന്നും പറഞ്ഞു. കഴിഞ്ഞ 2016 സെപ്റ്റംബർ 7-ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞ് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചതായി മനസ്സിലായി. നല്ലൊരു കൈയടി നമ്മുടെ ഈശോയ്ക്ക് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, വീര്യപ്രവർത്തികൾ ചെയ്യുന്നത് ദൈവമാണ്. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നവരോ വലിയ അത്ഭുത രോഗശാന്തി വരമുള്ളവരൊന്നുമല്ല. അത് ദൈവം ചെയ്യുന്ന വീര്യപ്രവർത്തിയാണ്. അപ്പോൾ നല്ലവണ്ണം ദൈവത്തെ കരമടിച്ചും നല്ല നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. നമുക്കൊന്ന് കരമുയർത്തി, നല്ലവണ്ണം ഒന്ന് 2 കരമുയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? എല്ലാവരും ചേർന്ന് നല്ലവണ്ണം ഭാഷാവരം ലഭിച്ചിട്ടുള്ള എല്ലാവരും ഭാഷാവരിലും കൂടെ സ്തുതിക്കുന്നത് നല്ലതാണ്. ജയ് ജയ് ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ. മഹത്വവും എല്ലാം പുകഴ്ചയും ഏകരക്ഷകനല്ലോ. സന്തോഷത്തോടെ ഹോസാന ഹോസാന ജയ് ജയ് ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ. മഹത്വവും എല്ലാം പുകഴ്ചയും ഏകരക്ഷകനല്ലോ. സൗഖ്യദായകനേശു ഹോസാന ഹല്ലേലൂയ. മാറാത്ത മിത്രമേശു ജയ് ജയ് ഹല്ലേലൂയ. സൗഖ്യദായകനേശു ഹോസാന ഹല്ലേലൂയ. മാറാത്ത മിത്രമേശു ജയ് ജയ് ഹല്ലേലൂയ. ജയ് ജയ് ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ. മാനം മഹത്വവും എല്ലാം പുകഴ്ചയും ഏകരക്ഷകനല്ലോ. യെശയ്യാ പ്രവചനം 46-ാം അധ്യായത്തിൻ്റെ 3-4 വചനങ്ങൾ. ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ.
നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ഒരു അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുക. എൻ്റെ പേര് സുമിത്ത്. എനിക്ക് 1.5 വർഷം മുമ്പ് ഒരു സർജറി ചെയ്തു. സർജറി കഴിഞ്ഞാണ് ഞാൻ ഗർഭിണിയാണെന്ന് അറിയുന്നത്. ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് എന്തായാലും ജന്മവൈകല്യമുണ്ടാകുമെന്ന്. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ചില ആൻറ്റിബയോട്ടിക്കുകൾ എടുത്തിരുന്നു. അതുകൊണ്ട് കുട്ടിയെ അബോർഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഷാലോമിൽ നൈറ്റ് വിജിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പവുമില്ലാതെ എനിക്കൊരു കുട്ടിയെ തന്നാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു. ഇന്ന് 7 മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ട് ഒരു വൈകല്യവുമില്ലാത്ത ഒരു ആൺകുട്ടിയെ തന്ന് അനുഗ്രഹിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. പ്രിയപ്പെട്ടവരെ, ആൻറ്റിബയോട്ടിക് കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വൈകല്യങ്ങളുണ്ടാകാൻ സാധ്യത ഏറെയാണ്. അത് ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് ഇതിനെ അബോർഷൻ ചെയ്യാം. പക്ഷേ ആ സഹോദരി നൈറ്റ് വിജിലിലെ ടെലിവിഷന് മുമ്പിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയും ഒരു വൈകല്യവുമില്ലാത്ത നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. നല്ലൊരു കൈയടി ഈശോയ്ക്ക് വീണ്ടും കൊടുക്കാം, ശക്തമായി ആവേശത്തോടെ. ഇത്ര വലിയ ദൈവിക ഇടപെടലുകളാണ് മനുഷ്യ ജീവിതങ്ങളിൽ ദൈവം ഈ ശുശ്രൂഷയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും കർത്താവിനെ പാടി ആരാധിക്കാം. കൈതാളം പൊട്ടി പാടിടാം, കർത്താവാം യേശുവേ വാഴ്ത്താം. എന്നെന്നും നല്ലവൻ അവനേ, എന്നേക്കും നാഥനും അവനേ. അനന്തം യേശുവിൻ കാരുണ്യം, അഗാധം മാതിരി സ്നേഹം. എന്നേക്കും രക്ഷാനാമം താൻ, എന്നാളും ജീവജലം താൻ. കൈതാളം പൊട്ടി പാടിടാം, കർത്താവാം യേശുവേ വാഴ്ത്താം. എന്നെന്നും നല്ലവൻ അവനേ, എന്നേക്കും നാഥനും അവനേ. അനന്തം യേശുവിൻ കാരുണ്യം, അഗാധം മാതിരി സ്നേഹം. എന്നേക്കും രക്ഷാനാമം താൻ, എന്നാളും ജീവജലം താൻ. സങ്കീർത്തനം 118 അധ്യായം 5-6 തിരുവചനങ്ങൾ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ അതുകൊണ്ട് ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് നമുക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു തെളിവ് നൽകുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുക. എൻ്റെ പേര് മേരി വർഗീസ്. ഞാൻ അമേരിക്കയിൽ നേഴ്സായി ഞാനും എൻ്റെ കുടുംബവും ഇവിടെ താമസിക്കുകയാണ്, ജോലി ചെയ്യുകയുമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എനിക്കെതിരെ നേഴ്സ് ബോർഡിൽ പരാതി പോയതിനെ തുടർന്ന് ഏതു നിമിഷവും ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ ഞാനും കുടുംബവും ദൈവത്തിൻ്റെ കരുണയ്ക്കായി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ എല്ലാ മാസവും നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ജോലിയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടിയാൽ സാക്ഷ്യം അയച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ജൂലൈ മാസം ദൈവം അത്ഭുതകരമായി എൻ്റെ ജോലിയിലെ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി എന്നെയും കുടുംബത്തെയും രക്ഷിച്ചതിനെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. മേരി വർഗീസ്, അമേരിക്ക. പ്രിയപ്പെട്ടവരെ, ഒരു നേഴ്സിനെതിരെ നേഴ്സിംഗ് ബോർഡിലേക്ക് പരാതി ചെന്നപ്പോൾ നിശ്ചയമായിട്ടും അതിനെതിരെ ഒരു ആക്ഷൻ വരേണ്ടതാണ്, ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത്ഭുതകരമായി ആ മേഖലയിൽ ദൈവം ഇടപെടുകയും ആ ജോലിയിലേക്ക് അവരെ തിരിച്ച് വീണ്ടും കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഒന്നുകൂടി എഴുന്നേറ്റ് നിന്നിട്ട് കരങ്ങൾ കോർത്തു പിടിച്ച് ചുവടുകൾ മാറ്റി ചവിട്ടി ആനന്ദ നൃത്തത്തോടെ കർത്താവിനെ പാടി ആരാധിക്കണം. പ്രിയപ്പെട്ടവർ, എന്തു വലിയൊരു അത്ഭുത പ്രവർത്തികളാണ് ദൈവം ചെയ്യുന്നത്. ഇതിനെ നിസ്സാരമായി കാണുകയല്ല ചെയ്യുന്നത്. ദൈവം ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും നമ്മൾ
നമ്മുടെ ഭാഗത്ത് നന്ദികൾ ഉയർത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ വീണ്ടും സ്വർഗ്ഗകവാടം തുറന്ന് ധാരാളം അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഗായക സംഘത്തോടൊപ്പം ഒന്ന് ചുവടുകളൊക്കെ മാറ്റി ചവിട്ടി വലിയ സന്തോഷത്തോടെ സന്തോഷത്തോടെ ആരാധിക്കാം. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, പുരവൈരിൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, പുരവൈരിൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഇരിക്കാം. ലൂക്കാസ് സുവിശേഷം 18:41 തിരുവചനം. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നിനക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കോഴിക്കോട് ജില്ലയിൽ ഇവിടെ അടുത്ത ചെമ്പനോടയിൽ നിന്ന് ഒരു സഹോദരി എഴുതിയ സാക്ഷ്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. എൻ്റെ കണ്ണിന് ചിക്കൻ പോക്സ് വന്ന് പനിയും ഛർദിയുമായിട്ട് കിടപ്പിലായിരുന്നു. 9 ദിവസം ഒരു വെള്ളം പോലും കഴിക്കാതെ ഛർദിയായിരുന്നു. 5 തരം മരുന്ന് കണ്ണിൽ ഒഴിച്ചിട്ടും വേദനയ്ക്ക് വലിയ കുറവൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ മാസത്തെ ജാഗരണ പ്രാർത്ഥനയുടെ സമയം 11 മണി. ഞാൻ കട്ടിലിൽ കിടന്ന് വേദന കൊണ്ട് കണ്ണ് തുറക്കാൻ പോലും കഴിയാതെ പ്രാർത്ഥിച്ചു, മാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ കുരിശിൽ കിടന്ന് ചിന്തിയ ഒരു തുള്ളി രക്തം എൻ്റെ കണ്ണിൽ ചൊരിയണമേ എന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണിൽ കൂടിയും കവിളിൽ കൂടിയും വെള്ളമൊഴുകി മുഴുവൻ ഭാഗവും നനവ് അനുഭവപ്പെട്ടു. ഞാൻ കണ്ണു തുറന്ന് മുഖത്ത് തൊട്ടു നോക്കിയപ്പോൾ മുഖം കഴുകിയ വണ്ണം നനഞ്ഞിരിക്കുന്നു. അപ്പോൾ മുതൽ വേദന കുറഞ്ഞു. 9 ദിവസം ഉറങ്ങാതെ കിടന്ന ഞാൻ സുഖമായി ഉറങ്ങി. ഞാൻ എഴുന്നേറ്റ് വെള്ളം കുടിച്ചു, ഛർദ്ദിച്ചില്ല. പിറ്റേ ദിവസം മുതൽ എല്ലാ ഭക്ഷണവും കഴിച്ചു. ദൈവം അത്ഭുതകരമായി എനിക്ക് സൗഖ്യം നൽകി. ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നല്ല കൈയ്യടി സന്തോഷത്തോടെ കൊടുത്ത് ചിരിച്ചുകൊണ്ടാണ് നമ്മൾ കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗായക സംഘം പാട്ട് പാടി സ്തുതിക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ, പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് തന്നെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ തന്നെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു തുടങ്ങും. വിശ്വസിക്കണം. അത് ഞങ്ങൾ കാണുന്നു. ഈ നാളുകളിൽ ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് സമൂഹം അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ പാടി ആരാധിക്കാം. സങ്കീർത്തനം പാടി ഞാനിന്നെന്റെ കർത്താവിനെ സ്തുതിക്കും. ആത്മീയരാഗങ്ങളാലിന്നെന്റെ കർത്താവിനെ സ്തുതിക്കും. സങ്കീർത്തനം പാടി ഞാനിന്നെന്റെ കർത്താവിനെ സ്തുതിക്കും. ആത്മീയരാഗങ്ങളാലിന്നെന്റെ കർത്താവിനെ സ്തുതിക്കും. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23-ാം തിരുവചനം. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും തരുമെന്ന്
നമുക്ക് വാഗ്ദത്തമുള്ളതിനാൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണം. ചോദിച്ചാൽ നമുക്ക് നിശ്ചയമായിട്ട് ലഭിക്കും. നമ്മൾ കണ്ടത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച കുറേ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യമാണ്. നമ്മൾ തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ലോകം മുഴുവനും ജനങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ആ ദാരിദ്ര്യം ആഹാരത്തിൻ്റെ അല്ലെ ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യമല്ല, ദൈവവചനത്തിൻ്റെ ദാരിദ്ര്യമാണ്. പ്രിയപ്പെട്ടവർ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദാരിദ്ര്യാവസ്ഥയാണ്. ഹോസിയ പറയുന്നത് അങ്ങനെയാണ്, ഞാനിതാ ദേശത്ത് ക്ഷാമം വരുത്താൻ പോകുന്നു. ഭക്ഷണത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ ക്ഷാമമല്ല, ദൈവവചനത്തിൻ്റെ ക്ഷാമമാണ്. നമ്മൾ ഈ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് കരങ്ങൾ കോർത്ത് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ലോകം മുഴുവനും സുവിശേഷത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേൽക്കാം, എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ നമ്മൾ ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോകം മുഴുവനും അങ്ങയുടെ സുവിശേഷത്താൽ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ ഭൂഖണ്ഡങ്ങളിലും സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുവാൻ സ്വർഗ കവാടം തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം മിനിസ്ട്രിയെ അങ്ങ് അനുഗ്രഹിക്കണമേ. ലോകത്തിന്, തിരുസഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി അങ്ങ് മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം മിനിസ്ട്രിയെ നയിക്കുന്ന നേതൃനിരയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരിലൂടെ ദൈവഹിതം ഈ മിനിസ്ട്രിയിൽ വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം പ്രസിദ്ധീകരണങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാലോം ടൈംസിനെ ലോകത്തിന് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. അനേക ആത്മാക്കൾ ഈ പ്രസിദ്ധീകരണത്തിലൂടെ രക്ഷാകര അനുഭവം ആസ്വദിക്കുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജർമ്മൻ ടൈംസിനെ അനുഗ്രഹിക്കണമേ. ജർമ്മൻ മാസികയെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന, ജർമ്മൻ ഭാഷ അറിയാവുന്ന എല്ലാ മക്കളുടെ മേലും ഈ മാസിക ഒരു അനുഗ്രഹമായി കടന്നു ചെല്ലുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം ടൈംസ് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന എല്ലാവരിലേക്കും ഈ മാസിക എത്തിച്ചേരുവാൻ ഇടയാക്കണമേ. പാപപരികീരെടുത്ത് കൃപ അതിലേറെ വർദ്ധിക്കുവാൻ അങ്ങ് കാരണമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, തമിഴ് മാഗസിനെ അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. തമിഴ് ഭാഷ സംസാരിക്കുന്ന എല്ലാ വ്യക്തികളിലും ഈ തമിഴ് മാസിക എത്തിച്ചേരുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, സോഫിയ പബ്ലിക്കേഷനെ അങ്ങ് ഉയർത്തണമേ, അനുഗ്രഹമാക്കി മാറ്റണമേ. തിരുസഭയ്ക്ക്, ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു പ്രാർത്ഥന ഒരല പോലെ ഒഴുകി നടക്കട്ടെ. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി
കർത്താവ് ഈ നാളുകളിൽ അതിശക്തമായി ഷാലോം മിനിസ്ട്രി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള ഷാലോമിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കണമേ. ഇൻ്റർനാഷണൽ മിനിസ്ട്രികൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഓഫീസുകളിൽ വിവിധ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഷാലോം വേൾഡ് USA കർത്താവെ സമർപ്പിക്കുക. എല്ലാ മേഖലകളിലും തുറവിയുണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം, 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 മഹത്വം. കർത്താവേ, അങ്ങയുടെ ആത്മാവ് ലോകം മുഴുവൻ ചലിക്കട്ടെ, ലോകം മുഴുവൻ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇപ്പോൾ ടിവിയുടെ മുമ്പിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഒരു അഗ്നി ഇറങ്ങട്ടപ്പാ, സുവിശേഷ അഗ്നി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. ആമേൻ, ആമേൻ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. വീണ്ടും ഒരു പെന്തക്കോസ്താ ദാസർക്കേകണേ, വീണ്ടും ജന്മം ദാസർക്കേകണേ പാവനറുഹായേ. വീണ്ടും ഒരു പെന്തക്കോസ്താ ദാസർക്കേകണേ, വീണ്ടും ജന്മം ദാസർക്കേകണേ പാവനറുഹായേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടി നമുക്ക് കരം ഉയർത്തിപ്പിടിച്ച് ഷാലോമിന്റെ മറ്റ് ഇതര ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഷാലോം ടെലിവിഷനെ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവായ യേശുവേ, ഷാലോം ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ, നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വിതരണ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കേബിൾ ഓപ്പറേറ്റേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. DTH സംവിധാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെ ഈ പ്രോഗ്രാമുകളെ കുടുംബങ്ങളിൽ എത്തിക്കുന്ന ഈ വിതരണ മേഖലയെ അങ്ങ് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിച്ച് ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാവി മിനിസ്ട്രികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അത് ലോകത്തിന് ഒരു അനുഗ്രഹമായി മാറുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഇപ്പോൾ കാണുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആരാധന, 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 ആരാധന. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ Praise the Lord. ആമേൻ.